എന്റെ ഈ ഫോണൊന്ന് നന്നാക്കി തന്നൂടെ? എത്ര മാസം ഞാനിങ്ങനെ പുറകെ നടക്കുന്നത്. അതിനിപ്പോ 2 ഫോണിന്റെ ആവശ്യം എന്താ? എന്റെ ഫോണില്ലേ, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഇതൊന്ന് വിളിച്ചാ പോരെ. പിന്നെ അത് മാത്രല്ല, 2 ഫോണൊന്നും റീചാർജ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ വലിയ എക്സ്പെൻസാ. കറക്റ്റ് ആയിട്ട് റീചാർജ് ചെയ്ത് തരുന്ന ഒരാള് 2 ഫോണിന് റീചാർജ് ചെയ്യാനാവില്ല അത്ര. നിങ്ങളോട് അത്രയും റിക്വസ്റ്റ് ചെയ്യുമ്പോഴേ എന്റെ ഫോണിന് റീചാർജ് ചെയ്ത് തരാം, അത് നെറ്റും ഇല്ലാണ്ട് കോൾസ് മാത്രം. പിന്നെ നിങ്ങൾക്ക് നഷ്ടം വരാൻ. നിങ്ങൾക്ക് സമയമില്ലെങ്കിലേ എന്റെ പൈസ തന്നാ മതി, ഞാൻ പോയിട്ട് നേരെ ആയിക്കോളാം. അതൊന്നും നന്നാക്കാൻ പറ്റുന്നില്ല, അതൊക്കെ വലിയ ചെലവ് വരുന്ന. അല്ലെങ്കിൽ എന്തിനാണ് ഈ സമയത്ത് ഇത്രയും പൈസ കൊണ്ടേ കളയുന്നത്? ഒരു ഫോൺ പോരെ ഇവിടെ. എത്ര കാലമായി എന്നറിയാം എന്റെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചിട്ട്, അവിടെ നിന്ന് ഒരാൾക്ക് എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ പറ്റുന്നില്ല. ഫോൺ നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത്. എനിക്ക് ഒരാളെയും വിളിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞ് വിചാരിച്ചിട്ട് എന്റെ വീട്ടിലേക്കും വിളിക്കണ്ട, പുറത്ത് വേറെ ആരോടും സംസാരിക്കണ്ടെന്നൊക്കെ ഉണ്ടോ? അതിനിപ്പോ നിന്റെ വീട്ടുകാർക്ക് നിന്റെ പരിചയക്കാർക്ക് നിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ പോരെ. ഇനിയിപ്പോ അഥവാ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഇങ്ങോട്ടല്ലേ വരുന്നത്, ഈ ഫോൺ വിളിച്ചാ പോരെ. നീയേ വീട്ടിലേക്ക് ഇങ്ങനെ ഫോൺ ചെയ്തോണ്ടിരിക്കാന്നുള്ള ചിന്തയല്ലേ, അതൊക്കെ വിളിയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ നോക്കും. എത്ര പ്രാവശ്യം വിളിച്ചോണ്ടിരിക്കുന്നത്. ഇതെന്തെന്നാ അങ്ങനെ കട്ട് ചെയ്താലും പിന്നെയും പിന്നെയും വിളിച്ചോണ്ടിരിക്കുന്നത്. കൊറേ നേരമല്ലേ ഫോൺ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത്, ഒന്ന് എടുത്ത് നോക്കിയൂടെ? ബിസിയാണെന്ന് പറ, പിന്നെ അവര് വിളിച്ചോണ്ടിരിക്കോ? അതെങ്ങനെ എടുക്കാനുള്ള കോളൊന്നല്ല, ഓരോരുത്തർ വെറുതെ ശല്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. എത്ര കട്ട് ചെയ്തിട്ട് മനസ്സിലാവണ്ടേ. ഞാൻ ആ മനോജിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ എത്തിയെന്ന് തോന്നുന്നു. ആരും വിളിച്ചോണ്ടിരിക്കുന്നത് കട്ടായ. ഇത് അമ്മേന്റെ നമ്പർ ആണല്ലോ. 15 മിസ്ഡ് കോൾസോ? ഹലോ അമ്മേ. ഇതെന്താ മോളെ ഒന്ന് ഫോൺ എടുക്കാത്തത്? ഞാൻ രാവിലെ മുതൽ 10-12 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും. അതമ്മ ഫോൺ സൈലന്റ് മോഡിലായിരുന്നു, അമ്മ വിളിച്ച ഞാൻ അറിഞ്ഞിട്ടില്ല. അത് ഇന്നത്തെ കാര്യല്ലേ. ഞാൻ എപ്പോ വിളിക്കുമ്പോഴും മോൻ പറയും ഓഫീസിൽ തിരക്കാണ്, ഞാൻ പോയിട്ട് വിളിക്കാന്ന്. എന്നാലെങ്കിലും നീ വിളിക്കണ്ടേ? കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോയി എന്ന് പറഞ്ഞ അച്ഛനെ അമ്മനെ കുടുംബക്കാരെയൊക്കെ വേണ്ടാണ്ടായോ? അയ്യോ അങ്ങനെയൊന്നുമില്ലമ്മ, ഇവിടെ ഓരോരോ തിരക്കായത് കൊണ്ടാ. പിന്നെ അച്ഛനൊക്കെ എന്തു പറയുന്നു? ഇവിടെ സാമ്പാർ ഉണ്ടാക്കി, ഉപ്പേരി ഉണ്ടാക്കി. അത് ശരി, അത് എപ്പോഴായിരുന്നു അമ്മ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിനത് പറയാൻ വേണ്ടി നിന്നെ എത്ര പ്രാവശ്യം എല്ലാവരും വിളിക്കുന്നു, അന്ന് ഫോൺ എടുക്കണ്ടേ? ഇവിടെ 100 കൂട്ടം പണിയുള്ളപ്പോഴാ അമ്മേന്റെ ഒരു ഫോൺ കോള്. എടി അമ്മേനോട് പിന്നെ വിളിക്കാന്നടാ, നീ ഇപ്പൊ കട്ട് ചെയ്യ്. അമ്മ കുറച്ച് തിരക്കില്ല, ഞാൻ ഒരു കാര്യം ചെയ്യാം, വൈകിട്ട് അങ്ങോട്ട് വിളിക്കാം. ശരി. രാവിലെ തൊട്ട് തുടങ്ങിയാണല്ലോ നിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. എന്താണ് അമ്മയ്ക്ക് മോളോട് പറയാനുള്ളത്? അത് ശരി, അപ്പൊ എന്റെ അമ്മയാണ് വിളിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയായിരുന്നു അല്ലെ? എന്നിട്ടാണോ നിങ്ങൾ പറഞ്ഞത് ആരോ ശല്യം ചെയ്യാൻ വിളിച്ചോണ്ടിരിക്കുകയാണ്, കുറെ നേരമായി, അത് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന്? എന്റെ വീട്ടുകാർ എന്ന് മുതലാണ് നിങ്ങൾക്ക് ശല്യങ്ങളായത്? പിന്നെ ശല്യമാവാണ്ട് എന്താ ഇത്രമാത്രം സംസാരിക്കാനുള്ളത്? ഇവിടെ ചോറ് വെച്ചോ കറി വെച്ചോ എന്ന് പറയുന്നത് ചോദിച്ചു ഇവിടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ നിന്റെ അമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാണ്ടിരുന്നത്. അതിനെന്താണ്? ഇവിടുത്തെ വിശേഷങ്ങൾ അവരറിഞ്ഞാൽ എന്താ കുഴപ്പമുള്ളത്? എനിക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ എന്റെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ വേണ്ടിട്ട്? അതെനിക്കറിയാം. നിന്റെ അമ്മയ്ക്ക് പറയണം ഞാൻ നിന്നെ നോക്കുന്നുണ്ടോ അതോ കഷ്ടപ്പെടുന്നുണ്ടോ അല്ലേ? ഞാൻ നിനക്ക് ഒരു കുറവും വരുത്തുന്നില്ലല്ലോ, നന്നായിട്ടല്ലേ ഞാൻ നിന്നെ നോക്കുന്നത്. തൽക്കാലം ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ. ഇവിടുന്ന് ഓരോന്നിനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് അവിടുന്ന് ഓരോ ഉപദേശങ്ങളോട് തരാൻ, എന്നാൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ. തൽക്കാലം ഉണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കാൻ വേണ്ട, അവിടുന്ന് ഇങ്ങോട്ട് ഒരാളും വിളിക്കണ്ട. അമ്മ വിളിച്ചതേ വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു.
അഞ്ജുവിന്റെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തു എന്ന്. ഏതഞ്ചു? എന്റെ ആന്റിന്റെ മോള്. അടുത്ത ഞായറാഴ്ച നിശ്ചയം. അതിനുമുമ്പ് ഞാനൊന്ന് പോയിട്ട് കേട്ടോ അങ്ങോട്ടേക്ക്. തീരെ പോകാണ്ടിരുന്ന മോശമല്ലേ? എന്ത് മോശം? ഇങ്ങനെയാണ് ഒരാളെ എൻഗേജ്മെന്റ് വിളിക്കേണ്ടത്? അവർക്ക് നിന്നെ വിളിക്കണേ നിന്നെ നേരിട്ട് വിളിച്ചൂടെ? അല്ലാണ്ട് നിന്റെ അമ്മേനെ കൊണ്ടാണ് വിളിപ്പിക്കുക? അതിന് എന്നെ വിളിച്ചിട്ട് എങ്ങനെ കിട്ടാനാ? എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് എത്ര മാസമായി. പിന്നെ നിങ്ങൾ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് അവരമ്മേനോട് പറഞ്ഞതാ വിളിക്കുമ്പോ എന്നോടൊന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ നീ പുതിയ ബന്ധങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇതിപ്പോ എൻഗേജ്മെന്റ് അല്ലേ, അല്ലാണ്ട് കല്യാണം ഒന്നുമല്ലല്ലോ. കല്യാണത്തെ വിളിക്കട്ടെ, അപ്പൊ നോക്കാം. അല്ലാണ്ട് ഇങ്ങനെ തിരക്കിട്ട് പോവാൻ നിൽക്കൊന്നും വേണ്ട. നിങ്ങൾ എന്താ ഈ പറയുന്നത്? അതെന്റെ അനിയത്തി, അല്ലാണ്ട് പുറത്തുനിന്നുള്ള ഒരാളൊന്നും അല്ല. അവളെ എൻഗേജ്മെന്റ് എന്നെ അവിടെ കണ്ടില്ലെങ്കിൽ എല്ലാവരും ചോദിക്കും. ഇല്ലേ തന്നെ വിളിക്കലുമില്ല, പറയുന്നില്ല, ഒന്നുമില്ല. ഒരാളോടും സംസാരിക്കലുമില്ല, ആരെയും അങ്ങോട്ടും വിളിക്കലില്ല ഇങ്ങോട്ടും വിളിക്കലില്ല, പോകലും വരലും ഒന്നും ഇല്ലല്ലോ. ഇനി ഇങ്ങനത്തെ അത്യാവശ്യങ്ങൾക്കും കൂടി പോയിട്ടില്ലെങ്കിലേ അവസാനം നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്റെ വീട്ടിൽ നിന്ന് ഒരാളും ഉണ്ടാവില്ല. അതിനാർക്ക് വേണം നിന്റെ വീട്ടുകാരെ? ഞാൻ അവരെ കണ്ടിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പോകാൻ പറഞ്ഞു നിന്റെ വീട്ടുകാരോട്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനും ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടംപോലെ കുടുംബക്കാരുണ്ട്. അതന്നെ ധാരാളം. അല്ലാണ്ട് ഇനി വേറെ ആൾക്കാർ ആവശ്യമൊന്നുമില്ല. അപ്പൊ എനിക്ക് ആരും വേണ്ടേ? അതിന് ഞങ്ങൾക്കല്ല ഇവിടെ. അതുപോലെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആദ്യം നീ ഒരു തിരിച്ചറിവുണ്ടാക്കി. നിന്റെ കല്യാണം കഴിഞ്ഞു, നിനക്കൊരു പുതിയ കുടുംബമായി എന്നുള്ളത്. ഇതിപ്പോ അവിടെ പോകണം, അവരോട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നതിന് പകരേ നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരോട് വിളിച്ച് സംസാരിക്കും, ഇങ്ങോട്ടൊക്കെ വരാൻ പറയും. അങ്ങനെയാണെങ്കിൽ എന്താണെന്നറിയോ, ഇവിടുത്തെ ബന്ധങ്ങളൊന്നും കൂടെ സ്ട്രോങ് ആയി കിട്ടും. പിന്നെ അവർക്ക് എല്ലാവർക്കും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ നിന്റെ വീട് എന്നുള്ള ചിന്തയല്ലേ, അതൊന്നും ഉണ്ടാവില്ല. അതെ, ഒന്ന് ഫോൺ തരുമോ? നിനക്കപ്പം തന്നെ ഫോണ്? എന്റെ വീട്ടിലേക്കൊന്ന് വിളിക്കാനോ? എനിക്കൊന്ന് അമ്മേനോട് സംസാരിക്കണം. ഇതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ, നീ ഒരു പ്രാവശ്യം വീട്ടിലേക്ക് വിളിക്കാന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഇത് തന്നെയായിരിക്കും പരിപാടി. അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ ഫോൺ നന്നാക്കി തരാണ്ടിരുന്നത്. പിന്നെ മനസ്സ് മുഴുവൻ അവിടെ ആയിരിക്കുമല്ലോ, ഇവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ എന്റെ വീട്ടുകാരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മാത്രം എന്താ ഇവിടെ പ്രശ്നമുള്ളത്? 5-6 മാസമല്ലേ ഞാൻ അവരോട് സംസാരിച്ചിട്ടും ഒന്ന് നേരിട്ട് കണ്ടിട്ടും. എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല അവരെ കാണാനും വിളിക്കണമെന്നൊക്കെ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കാറുണ്ടല്ലോ, ഒരു ദിവസം 10-15 പ്രാവശ്യം വെച്ചിട്ട്. ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറില്ലേ? എനിക്ക് മാത്രം ഇതൊന്നും പറ്റില്ല. നിന്നെ ഇങ്ങോട്ടല്ലേ കല്യാണം കഴിച്ചുകൊണ്ടുവന്നത്, അല്ലാണ്ട് എന്നെ അങ്ങോട്ടല്ലല്ലോ. നിന്നെ ഇവിടെ കൊണ്ടുവന്നതേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനാ. അല്ലാണ്ട് 24 മണിക്കൂറും വീട്ടുകാരെ ചിന്തയായിട്ടിരിക്കണേ പിന്നെ നിനക്ക് അവിടെ തന്നെ കൊണ്ട് ചെന്നിരുന്നാ പോരെ? ഇവിടെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ എനിക്ക് ആ ഫോണൊന്നും തരാൻ പറ്റുമോ? നിനക്കിപ്പോ എന്തിനാണ് ഫോണ്, അത് പറയും. എന്നെ എന്തായാലും നിങ്ങൾ അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല. പിന്നെ അഞ്ജുവിന്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഇനിയും ഒരുപാട് മാസങ്ങൾ എടുക്കും. അമ്മ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ അവർ ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാം. എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ലല്ലോ. അച്ഛനും അമ്മേനെ ഇവിടെ വന്നിട്ട് 2 ദിവസം നിൽക്കാൻ പറയാ, അത് കുഴപ്പമില്ലല്ലോ. എന്തിനാ പോളിപ്പാഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നത്? നീ ഇപ്പൊ അങ്ങോട്ട് വിളിച്ചതല്ലേ, അതുപോലെ. എന്താ ഇവിടെ വല്ല വിശേഷം ഉണ്ടോ എല്ലാരും കൂടി ഇങ്ങോട്ട് വരാൻ? വിശേഷം ഉണ്ടെങ്കിൽ മാത്രം എന്റെ വീട്ടുകാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ. അവർക്ക് എന്നെ കാണണമെന്നുണ്ടാവില്ലേ? എന്നാ പിന്നെ കാര്യം ചെയ്തോ, നിന്റെ അച്ഛനോട് അമ്മേനോടെ ഇവിടെ വന്നൊരു സ്ഥിരതാമസമായിട്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞോ. അങ്ങനെയാണെങ്കിൽ മോൾ ഇങ്ങനെ 24 മണിക്കൂറും കണ്ടോണ്ടിരിക്കാലോ. ഇനിയിപ്പൊ അതും പറ്റില്ലെങ്കിൽ നീ അവിടെ ചെന്നിരിക്കും, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. പിന്നെ അമ്മയാണല്ലോ വിളിക്കുന്നത്. എന്നിട്ടാ ഞാൻ സംസാരിക്കട്ടെ. നിന്റെ അമ്മയല്ല, എന്റെ അമ്മ. ഹലോ, അമ്മ പറ, എന്താ പരിപാടി? ജീനി ജീനി ജീനി